ശ്രീ അജിത് വണ്ണിയൂർ, ബംഗാൾ സ്പെഷ്യലിസ്റ്റ് എന്ന് മാധ്യമലോകം താങ്കളെ വിശേഷിപ്പിക്കുകയാണ്. ഇപ്പോൾ ബംഗാളിലിപ്പോൾ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. മമതാ ബാനർജിയുടെ ശൗര്യവും വീര്യവും ഒക്കെ അടങ്ങി പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്നൊരു അവസ്ഥയിലാണ് കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ അവരെ. പക്ഷേ വീണ്ടും തൃണമൂലിന് ജീവൻ വെച്ച് തുടങ്ങാനൊരവസരം വരുന്നുണ്ട്. അത് റീപോളിംഗ് ആണ്. റീപോളിങ്ങിൻ്റെ അവസരത്തിൽ ഫാൽത്ത എന്ന് പറയുന്ന ജില്ലയിലെ, അത് 24 പർഗാനാസ് ജില്ലയിൽപ്പെട്ടതാണ്. ഫാൽത്ത എന്ന് പറയുന്ന മണ്ഡലത്തിൽ, അതിൽ ഫാൽത്ത എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ ആയിരുന്നു. ആ ജഹാംഗീർ ഖാനെ ഇപ്പോൾ കാണാനേ ഇല്ലെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തൃണമൂലിൻ്റെ ആ ഒരു വലിയ പ്രതാപകാലത്ത് വലിയൊരു ഗുണ്ടായിട്ടും ഒക്കെ വാണിരുന്ന ജഹാംഗീർ ഖാനെ മണ്ഡലത്തിലേക്ക് പോലും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ തൃണമൂലിന് വമ്പിച്ച തോതിൽ തിരിച്ചടിയേറ്റിരിക്കുന്നു. അപ്പോൾ ആ ഫാൽത്തയിലെ ഫലം അനുക്ത സിദ്ധമാണല്ലോ. അത് പറയാതെ തന്നെ നമുക്കറിയാവുന്ന ഒരു ഫലമായിരിക്കില്ലേ 21-ന് ഉണ്ടാവുക. നമുക്ക് ഈ ഫാൽത്ത റീപോളിംഗ് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അതിൻ്റെ ഫലത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അത് ആകെ കൂടി ബംഗാളിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും അധികം വിവാദം സൃഷ്ടിച്ച, ഏറ്റവും അധികം ആകാംക്ഷയുണ്ടാക്കിയ, ആശങ്ക ഉണർത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതായത് തിരിച്ചൊരു ടിപ്പിക്കൽ ഒരു ബംഗാളിലെ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണെങ്കിലും, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും, നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു സാധാരണ നിലയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയുടെ ഒരു റെപ്ലിക്കേഷനായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്. അതായത് വളരെ പ്രകടമായ EVM റിഗ്ഗിങ്, ആളുകളെ തടസ്സപ്പെടുത്തൽ, ആളുകളെ ഉപദ്രവിക്കൽ, ബൂത്തുകളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കൽ, ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ ചേർന്ന ഒന്നായിരുന്നു. അങ്ങനെയാണ് അവിടെ തിരഞ്ഞെടുത്ത 15 ബൂത്തുകളിൽ മെയ് 2-ന് രണ്ടാമത് റീപോളിംഗ് നടത്തി. അന്ന് അക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ പിന്നീട് അടുത്ത റീപോളിങ്ങിലാണ് ഏറ്റവും കൂടുതൽ, അന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് കൂടുതൽ നിരീക്ഷണത്തോടു കൂടിയിട്ടാണ് ഇത് നടത്തിയത്. പിന്നെ ക്യാമറ, തത്സമയ ക്യാമറ, CCTV ഏർപ്പാടുകൾ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഒന്ന് ഈ EVM റിഗ്ഗിങ് ആയിരുന്നു. വളരെ പ്രകടമായിട്ടായിരുന്നു അതിൽ കൃത്രിമം കാണിക്കാനായിട്ട്. അത് എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തതാണ്. പരമ്പരാഗതമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഈ പിന്നെ ഇതിനകത്തെ ബട്ടണിൽ, EVM-നകത്തെ ബട്ടണിൽ ഈ അവരുടെ എതിർ സ്ഥാനാർത്ഥികളുടെ ബട്ടണുകളിൽ അത്തർ പുരട്ടുക, അല്ലെങ്കിൽ വിക്സ് പുരട്ടുക. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വോട്ട് ചെയ്തിറങ്ങി വരുന്നവൻ്റെ കൈ മണപ്പിച്ചിട്ട് എതിരായിട്ടാണ് വോട്ട് ചെയ്തതെങ്കിൽ അവനെ തല്ലുക, കൊല്ലുക. ഇതായിരുന്നു ഒരു സ്റ്റൈൽ. മറ്റൊന്ന്, ഇതെന്ന് ഇടയ്ക്ക് ചോദിച്ചിട്ട് നമ്മൾ പറയാത്തവർ, ഈ തൃണമൂലിൻ്റെ ആഭിമുഖ്യത്തിലാണോ ഈ ഗുണ്ടായിസം? അതെ, തൃണമൂൽ ഗുണ്ടായിസമായിരുന്നു. തൃണമൂലിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സംവിധാനമായിരുന്നു. ഓക്കെ. ഇത്തവണ ചെയ്തത് ഒന്നുകൂടി ചെയ്തു. ടേപ്പ് ഉപയോഗിച്ചിട്ട് BJP CPM സ്ഥാനാർത്ഥികളുടെ ആ ബട്ടണിൻ്റെ ഭാഗത്ത് ടേപ്പ് വെച്ച് മറച്ചു. അതാണ് പ്രകടമായ മറ്റൊന്ന്. പിന്നെ മറ്റൊന്ന്, ഈ ഹിന്ദു വോട്ടർമാരുടെ വീടുകളിൽ തലേ ദിവസവും അന്ന് രാവിലെയും പോയി ഭീഷണിപ്പെടുത്തി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവിടെ വീടുകളിൽ കാവലേർപ്പെടുത്തി അവർ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി. അപ്പം കേട്ട ഒരു വാർത്ത തട്ടിക്കളയും, അല്ലെങ്കിൽ തട്ടിക്കളയും ഉണ്ടാവില്ല. അതെ എന്നാണ് കേട്ടത്. അപ്പം ഇത് അവിടുത്തെ സ്ത്രീകളും മറ്റ് വോട്ടർമാരും ഒക്കെ പരസ്യമായിട്ട് തന്നെ മീഡിയയോട് പറയാൻ തുടങ്ങി. അതിനൊരു കാരണം ഇത്തവണത്തെ ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ടായൊരു വ്യത്യാസമാണ്. കാരണം കനത്ത കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ടായിരുന്നു. അതുപോലെ അവിടുത്തെ നാട്ടുകാരുടെ വിജിലൻ്റ് ആയിരുന്നു. കാരണം ഈ ഒരൊറ്റ സ്ഥലത്തേക്ക് മാത്രം തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ട് എല്ലാ സംവിധാനങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകർ വളരെ വിശദമായ റിപ്പോർട്ട് കൊടുത്തു. ഇത് എല്ലാ ബൂത്തുകളിലും 285 ബൂത്തുകളാണുള്ളത്. 285 ബൂത്തുകളിലും റീപോളിംഗ് വേണം എന്ന് അതുകൊണ്ടാണ് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം 21-ാം തീയതി റീപോളിംഗ് നടക്കുകയാണ്. 24-ാം തീയതി അതിൻ്റെ
റിസൾട്ട് വരും, കൗണ്ടിങ് വരും. അതിൽ ഇപ്പോൾ ആ കൗണ്ടിങ് ഇപ്പോൾ തൃണമൂലിന് അനുകൂലമാണ് എന്ന് വരികിൽ അവർ വലിയൊരു വിജയഭേരി ഇതാണോ ശരിയായ തെരഞ്ഞെടുപ്പ് ഇപ്പോഴാണ് നടന്നത്, ബാക്കിയെല്ലാം അഴിമതിയാണ്, അവർ പറയുന്നുണ്ട് കൃത്രിമം നടന്നു എന്നാണ്. ക്രമക്കേട്, തെരഞ്ഞെടുപ്പ് ക്രമത്തിലായിരുന്നില്ലെന്നാണ് ഒരു പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിൽ വല്ല ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിന് കഴിയുമോ? അല്ല, അതൊന്നുകൂടി ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പ് കുറേ കൂടെ സുതാര്യവും കുറേ കൂടെ നിർഭയവുമായിരുന്നു എന്ന് തെളിയിക്കാൻ പറ്റുന്നൊരവസരം കൂടിയാണിത്. കാരണം ഇത് ഇത്തവണ മുഴുവൻ CCTV ക്യാമറയുടെ ഫൂട്ടേജോട് കൂടിയിട്ടാണ് അത് നടത്തിയത്. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇത് മമതയുടെ മരുമകനായ അഭിഷേക് ബാനർജിയുടെ ഡയമണ്ട് ഹാർബർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. പണ്ട് ഇന്ദ്രജിത് ഗുപ്തയൊക്കെ പതിവായിട്ട് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം, അത് പാർലമെൻറ്റ് മണ്ഡലം. അതെ അതെ. അപ്പോൾ ആ മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ പരസ്യമായൊരു യോഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഡയമണ്ട് ഹാർബർ മോഡൽ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം എന്ന് പരസ്യമായിട്ട് വരെ ഭീഷണിപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ ഈ ഡയമണ്ട് ഹാർബറിൽ പിന്നെ അഭിഷേക് ബാനർജിയുടെ വലം കൈയായിരുന്നു. അവിടെ ഗുണ്ടാ പിരിവും ഗുണ്ടാ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ മാനിപ്പുലേഷൻ്റെ മൊത്തം ചുമതലയുടെ ആളാണ് ഈ ഇപ്പോഴത്തെ ജഹാംഗീർ ഖാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ അദ്ദേഹത്തിനെയാണ് അവിടെ ഇതിലേക്ക് നടത്തിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ നേരിട്ട് ഇലക്ഷൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നുകൊണ്ട് തന്നെ വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക. അവിടെ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, അവിടുത്തെ അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ആളുകളെല്ലാം ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് മുമ്പ് അവർ വോട്ട് ചെയ്തിരിക്കും. അത് കഴിയുമ്പോൾ അവിടെ ബൂത്ത് പിടിച്ചെടുക്കൽ, ബഹളമായി, മറ്റാരെയും വരാൻ അനുവദിക്കില്ല. അപ്പോൾ ആദ്യം പിന്നീട് വരുന്ന അവിടെ നിൽക്കുന്നവരെയും വിരട്ടി ഓടിക്കും. ആദ്യം അവരുടെ വോട്ടർമാരെ മാത്രം നിർത്തി വോട്ട് ചെയ്യിക്കുക. ഇതാണ് അവിടെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ അത് മാറി. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ നമുക്കറിയാം, ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാം വൈറലായ അജയ് പാൽ ശർമ്മയുടെ, അതായത് UP-യിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് എന്നറിയപ്പെടുന്ന IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ കാലാവധി 5 വർഷത്തേക്ക് നീട്ടി കൊടുത്തിട്ടുണ്ട്. ബംഗാൾ 5 വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ ബംഗാളിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ധാരാളം പരാതികൾ കിട്ടി. അവിടുത്തെ സ്ത്രീകളും അവിടുത്തെ BJP, CPM, കോൺഗ്രസ് പാർട്ടികളും പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തൃണമൂലിനെതിരായിട്ട് ഇങ്ങനൊരു ഭീഷണി നടക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹമാണ് അവിടെ ഇലക്ഷൻ നിരീക്ഷകനായിട്ട് സ്പെഷ്യലായിട്ട് വെച്ചിരുന്നത്. അവിടെ പോയി അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം പോയി വാണിംഗ് കൊടുത്തു. വാണിംഗ് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ അയാൾ തിരിച്ച് ഭീഷണിപ്പെടുത്തി. ഞാൻ നമ്മുടെ സിനിമാ ഡയലോഗിലൊക്കെ അടിച്ച് ഞാൻ പുഷ്പ ആണ്, നിങ്ങൾ സിംഹമാണെങ്കിൽ ഞാൻ പുഷ്പ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് അവിടുത്തെ ഇലക്ഷൻ നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ്. അതിലാണ് കൃത്യമായി ഈ ഗുണ്ടായിസം കണ്ടെത്താനായിട്ട് അവർക്ക് സാധിച്ചത്. അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി, അതായത് അതിൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്, ഇതിൻ്റെ രീതിക്രമം എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ഒരു സ്റ്റഡിയാണ്. മാത്രമല്ല അവിടെ നടത്തിയ ഒരു യോഗത്തിലാണ് അഭിഷേക് ബാനർജി പരസ്യമായിട്ട് പറഞ്ഞത്, മെയ് 4-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇവിടെ കണ്ടുപോകരുത്, നിങ്ങളെ ഒന്നും രക്ഷിക്കാൻ ഡൽഹിയിൽ നിന്ന് ഒരു ഗോഡ് ഫാദറും വരില്ല, അതിനുശേഷം ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്ന് ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ നിങ്ങൾക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും വോട്ടർമാരെയും ഇലക്ഷൻ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രസംഗം, പരസ്യമായിട്ട് പ്രസംഗിക്കുന്ന ഒന്നാണ് തൃണമൂലിന്റെ ജനാധിപതി. ഇവിടെ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചു. ഇപ്പൊ അത് കേസായിട്ടുണ്ട്. അഭിഷേക് ബാനർജിക്കെതിരെ പിന്നെ FIR ഇട്ട് ഈ ഭീഷണിപ്പെടുത്തുന്നതിന് പിന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ പേരിൽ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട് ആ പ്രസംഗത്തിൻ്റെ. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം, അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ അവിടെയുള്ള കേന്ദ്ര സേനയുടെ കാലാവധി ഇനി 6 മാസം കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അജയ് പാൽ ശർമ്മയുടെ ഡെപ്യൂട്ടേഷൻ 5 വർഷവും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭീഷണികളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടല്ലേ കേന്ദ്രം ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് ഈ നടപടികൾ സ്വീകരിച്ചത്? ഒരുപക്ഷെ അമിത്ഷാ ആണ്. പക്ഷേ ഇത് ഇത്തവണ
ഇതൊരു മുന്നറിയിപ്പ് കൂടിയാക്കിയിട്ട് ഇലക്ഷൻ ഇനി ഭാവിയിൽ എങ്ങനെയായിരിക്കും നടത്താൻ പോകുന്നത്, ഇലക്ഷൻ കമ്മീഷൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും, അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ്. ഇതിൻ്റെ ഫലം എന്ന് പറയുന്ന രണ്ടാമത്തെ ഘടകമാണ്. ഇതിനകത്ത് BJPയും TMCക്കും പുറമെ INCയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. BJPയുടെ ദിമാങ്ഷു പാണ്ഡ ആണ് മത്സരിക്കുന്നത്. TMCയുടെ ജഹാംഗീർ ഖാൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അബ്ദുൾ റസാഖ് മൊല്ല, CPMൻ്റെ ശംഭുനാഥ് കുർമി, ഇത്രയും പേരാണ് അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡെമോഗ്രാഫി എങ്ങനെയാണ്? ഇത് 24 പർഗാനാസ് ജില്ലയുടെ ഒരു ഭാഗമാണ്. ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു മണ്ഡലമാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇവിടെ കോൺഫിഗറേഷൻ? ഇല്ല, ഇവിടുത്തെ ടോട്ടൽ വോട്ടർമാരെന്ന് പറയുന്നത് 2,36,444 വോട്ടർമാരാണുള്ളത്. അതിൽ പുരുഷന്മാർ 1,21,300, സ്ത്രീകൾ 1,15,135. ഇതാണ് അവിടുത്തെ വോട്ടർ എന്ന് പറയുന്നത്. അതിനകത്ത് ഹിന്ദു പോപ്പുലേഷൻ 66.15%. ഹിന്ദു പോപ്പുലേഷനാണ് കൂടുതൽ. മുസ്ലിം പോപ്പുലേഷൻ 33.10. അതേഴ്സ് എന്ന് പറയുന്നത് 0.13 ഉള്ളൂ. അതായത് 336 പേര് മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യൻസും ബുദ്ധമതക്കാരും എല്ലാവരും കൂടി 336 പേരേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആ മുസ്ലിം കൺസോളിഡേഷൻ അവർ ഉറപ്പാക്കുന്നത്, ആ മുസ്ലിം കൺസോളിഡേഷൻ ആ 33% പ്ലസ് ഹിന്ദുസിലെ തൃണമൂൽ വോട്ടുകൾ, ഇതാണ് അവരുടെ ഒരു വോട്ട്. മറ്റേ ഹിന്ദു വോട്ടുകൾ ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം. ഹിന്ദു വോട്ടിൽ തന്നെ അവർ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്, തൃണമൂൽ വോട്ടും മറ്റേ വോട്ടും എന്നുള്ളത്. അപ്പോൾ തൃണമൂൽ വോട്ട് അവർ നേരത്തെ ചെയ്യിക്കും, മറ്റു വോട്ടുകൾ അവർ ചെയ്യാൻ സമ്മതിക്കില്ല. അതായിരുന്നു അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതാണ് ഈ പ്രശ്നങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നതിനുള്ളൊരു പ്രധാന കാരണം. അതുപോലെ ഒരു കാര്യം കൂടി, 24 പർഗാനാസ് എന്നൊരു വളരെ ഒരു പിന്നെ നമ്മളിലൊരു തരം ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു പേരാണത്. ഈ 24 പർഗാനാസ് എന്നുള്ള പേരെങ്ങനെ? 24 എന്തെങ്കിലും ഒന്നിൻ്റെ കൂട്ടമായിരിക്കണമല്ലോ. അത് പർഗാനാസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ പ്രവിശ്യകളായിട്ട് ഭരണകാലത്ത് പ്രവിശ്യകളായിട്ട് തിരിച്ചിരുന്നപ്പോൾ ഉണ്ടാക്കിയൊരു ഭാഗമാണ് പർഗാനാസ് എന്ന് പറഞ്ഞാൽ പ്രവിശ്യ എന്നാണ്. ഓക്കെ. അപ്പോൾ അവിടുത്തെ അത് പറഞ്ഞ പോലെ പണ്ട് കാലം മുതൽ തന്നെ ഈ ഒരു അക്രമങ്ങൾക്കും ഗുണ്ടായുസത്തിനും വളരെ പ്രസിദ്ധി കേട്ട ഒരു പ്രദേശമാണ്. പിന്നെ ഇവിടെ തന്നെ ഈ ഫൽത്ത മണ്ഡലത്തിൽ തന്നെ 1952 മുതൽ 2006 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPMും തമ്മിലായിരുന്നു പ്രധാന മത്സരം. 2011 TMC 50% വോട്ട് പിടിച്ചിട്ടാണ് അന്ന് TMC തിരിച്ചുപിടി. 2011 ഇത് TMCയുടെ കയ്യിലേക്ക് വരുന്നത്. 2021 അവർ 56.32% ഉയർത്തി. 2026 ഇപ്പം നമ്മൾ മത്സരിക്കുന്ന, ഞാൻ പറഞ്ഞു, നമ്മുടെ ജഹാംഗീറും BJPയും CPMും INCയും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എല്ലാം തന്നെ എപ്പോഴും CPMനും കോൺഗ്രസിനും കിട്ടുന്ന വോട്ടുകൾ പലപ്പോഴും ഹിന്ദു വോട്ടുകളാണ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഈ വോട്ടുകൾ അങ്ങോട്ട് കൂടുതൽ ഹിന്ദു വോട്ടുകൾ പിന്നെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനുമായിട്ട് ഭിന്നിക്കുമ്പോൾ തന്നെ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ വരുന്നു. അതാണ് അവരുടെ ഒരു പ്രധാന നോട്ടം എന്ന് പറയുന്നത്. ഓക്കെ. മുസ്ലിം വോട്ടുകളിലാണ് തൃണമൂലിൻ്റെ ഈ പ്രാവശ്യത്തെ നോട്ടം എന്നുള്ളത് തന്നെയാണ് ഇതിൽ വരുന്നത്. എന്തായാലും സമാധാനപരമായൊരു പോളിംഗ് തന്നെയായിരിക്കും ഈ പ്രാവശ്യം നടക്കുക. ഈ ഗുണ്ടായ പ്രവൃത്തികൾ, അതുപോലെ തന്നെ അവരുടെ ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച ശേഷം മറ്റുള്ളവരെ എല്ലാം അടിച്ചോടിക്കുക എന്നൊരു രീതി ഈ പ്രാവശ്യം ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത സമാധാനപരമായ തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ഇനി ഒരു അവസാനമായിട്ടൊരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്, ആരായിരിക്കും ജയിക്കാൻ സാധ്യത? നിങ്ങൾ ഈ ജില്ലകളൊക്കെ പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഇവിടെ ഇത്തവണ BJP ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം 2-3 ഘടകങ്ങളാണ്. ഒന്ന്, അവിടുത്തെ ജനങ്ങൾക്ക് നിർഭയമായി വോട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. 2, ഈ CPM കോൺഗ്രസ്
ചെയ്തിരുന്ന വോട്ടുകൾ പോലും ഹിന്ദു വോട്ടുകൾ പോലും ഇപ്പോൾ BJPക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം CPMും കോൺഗ്രസും ഒക്കെ ഇപ്പോൾ ആഹ്ലാദത്തിലാണ്. അവിടെ അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം കിട്ടി. നമ്മുടെ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഇപ്പോൾ വൈറലായിട്ട് വരുന്നുണ്ട്. നമുക്ക് വളരെ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു പ്രകടനം നടത്താനും ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ഇതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം കൊണ്ടുവന്നത് BJP ഗവൺമെൻറ്റാണ്. അവരെയാണ് ഫാഷിസ്റ്റ് എന്നും പറഞ്ഞ് CPI പ്രത്യേകിച്ചും രാജ CPMന്റെ ഒരു പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. ഇത്തവണ BJP ജയിക്കട്ടെ, അടുത്ത തവണ BJP ഞങ്ങൾ തമ്മിൽ മത്സരിക്കും. TMC പോയി കഴിഞ്ഞാൽ BJP ആയിട്ട് ഞങ്ങൾക്ക് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊരു അവിടുത്തെ ബൗദ്ധിക ലോകം അങ്ങനെ ഒരു കമൻറ്റ് പറയുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഒരു നല്ല മത്സരം തന്നെ ആയിരിക്കും. അതായത് രണ്ട് ആശയധാരകൾ തമ്മിലുള്ള ഒരു സംഘടനമായിരിക്കും. മറിച്ച് ഇതുപോലെയുള്ള തെരുവിലെ സംഘടനകൾ, സ്ട്രീറ്റ് ഫൈറ്റ്, TMC ഭരണത്തിൽ നിന്ന് മാറിക്കിട്ടുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് അത് ശരിക്കും ബ്രിട്ടീഷ് നുഖത്തിൽ നിന്ന് ബംഗാൾ സ്വാതന്ത്ര്യം നേടിയതുപോലെ തന്നെ ഒരു സംഭവമായിരിക്കും. അല്ല, കേരളത്തിലെ ഒരു UDF വിജയത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. കാരണം ഈ ഭരണമാറ്റം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലാണ് ഈ ഇത്രയും ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അത് തന്നെ ബംഗാളിലും സംഭവിക്കും എന്നൊക്കെ പ്രതീക്ഷ. അങ്ങനെ നോക്കിയിരിക്കാം. എന്തായാലും 2 ദിവസത്തിനകം, നമ്മളിപ്പോൾ 2-3 ദിവസത്തിനകം ഫലം അറിയാനും പോകും. ഈ റിസൾട്ട് BJPയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചോ ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി, ആവശ്യത്തിൽ കൂടുതൽ അവർക്ക് ഇപ്പം ഭൂരിപക്ഷമുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ആശങ്കയൊന്നുമില്ല. ഓക്കെ, പക്ഷെ അത് ഒരു ഇലക്ഷനിൽ ഇത്രയും കാലം എങ്ങനെയാണ് തൃണമൂൽ പ്രവർത്തിച്ചിരുന്നത് എന്ന ആളുകളെ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് അവരിത് കാണുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഫാൽത്ത അതിനൊരു അവസരവും ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള ഒരു വ്യത്യാസമായിരിക്കും ഫാൽത്ത ഇക്കുറി കാണാൻ പോകുന്നത്. ഒരു പക്ഷേ ഏതാണ്ട് 15 വർഷക്കാലത്തെ ഒരു അടിമത്തത്തിന് ശേഷം അല്ലേ?